അത് കൂടുതലാക്കണം. തുമ്മിയവൻ തുമ്മിയാൽ തുമ്മലില്ലേ, അങ്ങനെ തുമ്മിയാൽ ഉടനെ അൽഹംദുലില്ലാഹ്. എന്തിനാണ്? തുമ്മുന്ന സമയത്ത് മനുഷ്യന്റെ ഹാർട്ട് പ്രവർത്തനം നിർത്തുകയാണെന്ന് സ്റ്റോപ്പാക്കുകയാ. തിരിച്ചു പ്രവർത്തനം പിന്നെയും ആരംഭിക്കുകയാണ് പ്രവർത്തനം. അങ്ങനെയാണ് തുമ്മലോടുകൂടെ ഒരു മനുഷ്യന്റെ ഹാർട്ട് സ്റ്റോപ്പാവുകയാണ്, അവിടെ നിൽക്കുകയാ. അത് രണ്ടാമത് പിന്നെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. തുമ്മലൊരു അത്ഭുതമാണ്. തുമ്മുന്നത് അല്ലാഹ്ക്ക് ഇഷ്ടമാണ്. അല്ലാഹ്ക്ക് ഇഷ്ടമാണ് തുമ്മുന്നത്. പഠിച്ചോൻക്ക് അല്ലാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് തുമ്മുന്നത്. അപ്പൊ നാളെ നിന്നെ എന്താക്കി? കൊറ്റ മൂക്കിന്റെ പൊടി ഇട്ടിട്ട് വലിക്കും അല്ലേ? തുമ്മി തുമ്മിയിട്ട് അങ്ങനെയാണോ? അങ്ങനെയല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള. അങ്ങനെ ചെയ്യാൻ പാടില്ല. മൂക്കിന്റെ പൊടി അതൊക്കെ നല്ലതല്ലട്ടാ. പറ്റുന്നാണ്ട് അതൊക്കെ ഒഴിവാക്കിക്കോളി. മൂക്കിലേക്കൊക്കെ വലിക്കുക, തലച്ചോറിലേക്കൊക്കെ പോയി വട്ടിപ്പിടിച്ച് രോഗങ്ങൾ വരെ. നല്ല അത് വലിച്ചില്ലെങ്കിൽ മൂക്കിലൂടെ വലിക്കാം. അംഫാസ് എന്നുള്ള ദിക്ർ എന്ന് പറയും. ഇമാമിങ്ങളൊക്കെ പറഞ്ഞ ദിക്റാണ്. മൂക്കിലൂടെ കാറ്റ് വലിച്ച് പൊക്കിളിലേക്ക് കൊണ്ടുപോയി, പൊക്കിളിൽ നിന്ന് ഹാർട്ടിലൂടെ കൊണ്ടുപോയിട്ട് മൂക്കിലേക്ക് പുറത്തു വിടുന്ന അല്ലാഹ് എന്ന് പറയുന്ന, അതല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നും പറഞ്ഞ മഹാന്മാരുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെ മൂക്കിലൂടെ പുറത്തു വിടുക. മൂക്കിന്റെ പൊടി പിന്നെ വലിക്കേണ്ടി വരൂല. അങ്ങനെയാണ്. പിന്നെ കഞ്ചാവ് വലിക്കേണ്ടി വരൂല. പിന്നെ സിഗരറ്റ് ബീഡിയൊക്കെ വലിക്കേണ്ടി വരൂല. അല്ലാഹു കാത്ത് സലാമത്താക്കട്ടെ. ചില പള്ളിന്റെ മുറ്റത്ത് വന്നിട്ട് ബീഡി വലിക്കുന്ന ചില പഹയന്മാരുണ്ട്. വലിച്ചിട്ട് ഊതുന്ന ആരെങ്കിലും എന്നെ വിളിച്ചില്ലെങ്കിലോ അങ്ങനെ ബേജാറൊന്നുമില്ല. വിളിച്ചിട്ട് ഊതുന്ന പള്ളിക്ക് മലക്കൊക്കെ കാറ്റിടുന്ന എങ്ങനെ പള്ളിന്റെ അടുത്ത് വന്നിട്ട് വലിച്ചിട്ട് ഊതുന്ന ആർക്ക്? കത്തിബിന് ഊതുന്നത് അല്ല, മലക്കുകൾക്ക് ഊതുന്ന. ആർക്ക് ഊതുന്നതെന്ന് അറിയാല. അല്ല, ആകാശത്തിലേക്ക് പോയ കുറച്ച് കൂടിട്ട് വന്നിട്ട് ഊതുന്നതാ. എന്ത് ഊത്താന്താ പഠിച്ചവർക്കറിയാം. പള്ളിന്റെ മുറ്റത്ത് വന്നിട്ട് സിഗരറ്റ് വലിച്ചെറിയാ. ആർക്കാ വലിച്ചെറിയുന്നത്? മരിച്ചുപോയി ഉപ്പാപ്പാന്റെ ഖബറിന്റെ തലക്ക് മണ്ണ് നിന്നിട്ട് വോട്ട്. ഏത് ഇതൊക്കെ നല്ല സംസ്കാരമല്ല, നല്ല അതവല്ല. നിർബന്ധമായി വലിക്കേണ്ട ആള് പൊരയെന്ന് വലിച്ചിട്ട് ശരിക്കും പല്ലെല്ലാം തേച്ചിട്ട് മര്യാദക്ക് വരി. ഉസ്താദിന് പറയാൻ പറ്റല്ല പഹയാദിന്റെ ബായി നാറുന്നെന്ന് പറഞ്ഞ നാളെ പള്ളിയിൽ നിന്ന് കൊണ്ടി വരും. ഏത് ഉസ്താദ് അപ്പുറപ്പുറപ്പുറപ്പുറ പോന്നെ നാറുന്നിട്ട് അയാള് അയ്യോ ഉസ്താദിന്റെ പയ്യന്നെ പോന്നെ. ഏത് അങ്ങനെ ചില മനുഷ്യന്മാരുടെ സുജൂദിന് പോയ വാസന അള്ളാന്റെ പള്ളിയിൽ വാസനയോട് കൂടെ വരാൻ പാടില്ല. ചില പഹയന്മാർ ബായിന്റെ അടുത്ത് തളയിൽ എടുത്തിട്ട് വെച്ചിട്ട് ഔദിന്റെ സൈഡിൽ കഴുകി ഏത് അതിലൊക്കെ പൊരയിലൊക്കെയല്ല. അത് ഇടൽ തന്നെ നല്ലതല്ല. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അല്ലേ ബായി നാറുന്നാന്ന് പോയിട്ട് വൈഫിനോട് കേൾക്കുന്നില്ല, എന്റെ ബായി നാറുന്നാ നോക്കുന്നു. ഒഴിച്ചില്ല, നാറുന്നില്ല. അവളെ മനസ്സിലുണ്ട് പൊടി രണ്ട് കുത്ത് കൊടുത്തെങ്കില്ല ഇത് നാറുന്നെന്ന് പറഞ്ഞു. പിന്നെ അവളെ മനസ്സരിക്കുന്നതായിരിക്കും പിന്നെ വയ്യക്ക്. അങ്ങനെയാണ് പറയില്ല. നമ്മളെന്നെ ഊതിയിട്ട് നോക്കുക. അപ്പൊ ഞമ്മക്ക് മണക്കല്ല. എന്നാലും ഒന്നുകൂടി സൂക്ഷിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ബീഡിയും സിഗരറ്റൊക്കെ വലിക്കുന്ന ആളുകൾ. പിന്നെ ചില പെണ്ണുകൾക്ക് അത് ആദ്യത്തായി എന്റെ മണം കേട്ടില്ല ഉറക്കു വരുന്നില്ല. ഏത് ആ മണം വെച്ച് ഉറങ്ങിട്ട് ഏത് ബീഡിന്റെ ആ നല്ല ആ ഒരു നല്ല സുഗന്ധത്തിന്റെ മണം ഉണ്ടല്ല, അത് കേട്ടില്ല ചില ആൾക്ക് ഉറക്കു വരുന്നില്ല. ഏത് ചില ആൾക്ക് കേട്ടിട്ട് ഉറക്കു വരുന്നില്ല, അറിയുന്നില്ല. നമ്മളത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് വാസനയോടുകൂടെ പള്ളിയിലേക്കും പരിസരത്തേക്കും ദിക്ർ മജ്ലിസിലേക്കൊക്കെ വരാൻ പാടില്ല എന്ന് ഇടയ്ക്ക് വെച്ച് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്ത് നമ്മൾ ഈ പോട്ടെ, വിഷയത്തിലേക്ക് വരിക. തുമ്മുന്നത് അല്ലാഹ്ക്ക് ഇഷ്ടമാണ്. തുമ്മണം. ഉണ്ടാക്കിയിട്ട് കോലിട്ട് തുമ്മലല്ല, തട്ടം തിരിച്ചിട്ട് മൂക്കിലേക്ക് അയറ്റിട്ട് തുമ്മലല്ല. ചില ആൾക്ക് ഇങ്ങനെ കുറെ തുമ്പില്ല അങ്ങനെ എന്തോ ഒരു മറന്ന പോലെ. അപ്പൊ കുറച്ച് സമാധാനത്തിന് വേണ്ടി തട്ട തിരിച്ചിട്ട് മൂക്കിലേക്ക് ഇട്ട് തുമ്മിട്ട് ചില ആൾക്ക് അങ്ങനെയുള്ള മോശമായ ആദ്യത്തെ നമ്മൾ കൊണ്ടെടുക്കാൻ പാടില്ല. തുമ്മുമ്പോ തുപ്പിന്റെ എല്ലാവർക്കും സ്പ്രേ അടിച്ച പോലെ അപ്പുറം ഇപ്പുറമുള്ള ആളുകൾ. ഏത് തുമ്മുമ്പോ പൊത്തിപ്പിടിച്ച് തുമ്മ സംസ്കാരം ഉണ്ടതിന്. തുമ്മിയാൽ അൽഹംദുലില്ലാഹ്. തുമ്മൽ വന്നാ പിടിച്ചിക്കാൻ പാടില്ല. തുമ്മ മുട്ടി അഭിനന്ദാക്കാൻ പാടില്ല. ഇങ്ങനെ മൂക്കിലെല്ലാം അമർത്തി പിടിച്ചത്. ഇപ്പൊ തുമ്മിങ് ആൾക്കാരെന്ന് പറയും. ആ ആൾക്കാർ പറയുമ്പോൾ എണിച്ചു പോയിട്ട് അപ്പുറം പോയിട്ട് തുമ്മ അല്ലാഹ്ക്ക് ഇഷ്ടമാണ്. അത് റബ്ബിന്റെ ഭാഗത്തുള്ള ഒരു അനുഗ്രഹമാണ്. ഈ തുമ്മൽ അല്ലാഹ്ക്ക് അത് ഇഷ്ടമാണ്. തുമ്മിയിട്ട് നീ അൽഹംദുലില്ലാഹ് എന്ന് ചൊല്ലുന്നതും അല്ലാഹ്ക്ക് ഇഷ്ടമാണ്. പഠിച്ചവർക്ക് ഇഷ്ടമില്ലാത്ത ഒന്നുണ്ട്. തുമ്മൽ ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് ഇഷ്ടമല്ല. കോട്ടുവായ ഇടുന്നത് അല്ലാഹ്ക്ക് ഇഷ്ടമല്ല. നമ്മളിങ്ങനെ വായ വളഞ്ഞിട്ടല്ലേ, അങ്ങനെ വായ വളക്കാൻ പാടില്ല. ഇടത്തെ കൈ തിരിച്ചു പിടിച്ച്
തൊള്ളയിൽ അടച്ചു വെക്കണമെന്നുള്ളതാണ്. അതുകൊണ്ട് തള്ളാക്ക് ഇഷ്ടമില്ലാത്തതാണ് എപ്പോഴും ഇങ്ങനെ കോട്ടുവായ ഇടുക എന്ന് പറയും. കോട്ടുവായ ഇടുന്ന ബാവളിയാ അല്ല ബാവളി പോലെ കേൾക്കുമ്പോ ആവളി ഇടുക വേറൊന്നുമല്ലോ ലൈവിൽ കേൾക്കുന്നതാണെന്ന് വിചാരിച്ചോണ്ട് കോട്ടുവായ ആവളി വായ പൊളക്കുക. അതല്ലാഹ്ക്ക് ഇഷ്ടമല്ല, അത് ശൈത്താനിക്ക് ഇഷ്ടമാണ്. നീ വായ വളരുന്ന സമയത്ത് അവന്റെ വായിലൂടെ ശൈത്താൻ ഉള്ളോട്ട് പോകുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഒരുത്തൻ ഹാദാക്കിയ നിസ്കാരത്തിൽ അപ്പുറത്തോ അപ്പുറം തുടങ്ങും അല്ലേ? ഇങ്ങനെ സ്വിച്ച് ഇട്ട പോലെ ലൈനിൽ പോകും. എന്തേ ഒറ്റന്റെ ബായിന്റെ ഉള്ളിലേക്ക് പോയിട്ട് ഇപ്പുറത്തെ വന്നിട്ട് വേറെ ഒരുത്തന്റെ ബായിലേക്ക് പോകുന്നു ശൈത്താൻ. അങ്ങനെ ആകുമ്പോൾ ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലിയ വായ പൊത്തിപ്പിടിക്കൽ സുന്നത്താണ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് തുമ്മൽ അല്ലാഹുവിന് ഇഷ്ടമാണ്. തുമ്മുന്നത് അല്ലാഹുവിന് ഇഷ്ടമാണ്. തുമ്മുമ്പോൾ തുപ്പൽ തെറിക്കാതെ സൂക്ഷിക്കൽ നമ്മുടെ ബാധ്യതയാണ്. അല്ലാഹുവേ ഖൈർ നൽകണം അല്ലാഹ്. ഒരാൾ തുമ്മി നോക്കാം. നമ്മുടെ സദസ്സിൽ ഇവിടെ ഇരുന്ന് ഒരാൾ തുമ്മി എന്നെങ്കിൽ ആ സദസ്സിലെ ദുആ ഉത്തരമുണ്ട് എന്നുള്ളതാണ്. എങ്ങനെ ദുആക്ക് ഉത്തരമുണ്ട്. ഞാൻ ഒരാൾ കോലിട്ട് തുമ്മിയാ മതിയാ? അങ്ങനെയല്ല. തുമ്മലുണ്ടായവൻ തുമ്മിയാൽ ആ ദുആ മജ്ലിസിന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുമെന്നുള്ളതാണ്. എത്ര അനുഗ്രഹങ്ങൾ ഉണ്ടായി തുമ്മല്. തുമ്മുന്ന സമയത്ത് ഹാർട്ടൊന്ന് സ്റ്റോപ്പായി രണ്ടാമത്തെ പ്രവർത്തനം പെട്ടെന്ന് ആരംഭിക്കുകയാണ് ഹാർട്ട്. മാത്രമല്ല അല്ലാഹുക്ക് അത് ഇഷ്ടമാണ്. പിന്നെ ദുആക്ക് ഉത്തരവുമുണ്ട്. ഇനി പാരം നാളെ ഞാൻ നല്ല ആളെന്ന് ഇരിക്കട്ടെ മജ്ലിസിന് വരുമ്പോ മൂക്കിന്റെ പൊടി കൊണ്ടിട്ട് വലിച്ചിട്ട് തുമ്മാൻ നിൽക്കണ്ടാവും. ഞാൻ തുമ്മിയനുണ്ട് ദുആക്ക് ഉത്തരം കിട്ടിയെന്ന് ഉസ്താദ് പറയും. മജ്ലിസിന്റെ വർക്കത്തിലിടെ ഒരാൾക്ക് ഞാൻ ബുദ്ധിമുട്ടല്ല റാഹത്തായി. അപ്പൊ ഒരു വേദന അതല്ല ഉസ്താദ് ഞാനന്ന് തുമ്മി നിങ്ങൾ ദ്വാരക്കുമ്പോ അങ്ങനെ അവകാശവാദമായിട്ടുണ്ട്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. തുമ്മൽ അല്ലാഹുവിന് ഇഷ്ടമാണ്. അതുകൂടെ അൽഹംദുലില്ലാഹ്. തുമ്മുന്നതിന്റെ കൂടെ അൽഹംദുലില്ലാഹ് അത് നേരത്തെ പറയാൻ ബാക്കി വെച്ചൊന്നുണ്ട്. സലാം വീട്ടിലേക്ക് കയറുമ്പോ സലാം ചൊല്ലണം. കുടുംബത്തിൽ ചെല്ലുമ്പോ സലാം ചൊല്ലണം. ആളില്ലാത്ത വീട്ടിലേക്ക് കയറി പോകുമ്പോ അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. നമ്മുടെ വീട്ടിൽ ആരുമില്ല, നമ്മൾ ലോക്ക് തുറന്നിട്ട് പോവുകയാണ്. നമ്മുടെ പീടികയിൽ ആരുമില്ല, ഓഫീസിൽ ആരുമില്ല, നമ്മൾ പോയി തുറന്ന് ഓപ്പൺ ചെയ്തതാ. അങ്ങനെ അവിടേക്ക് കേറുമ്പോ അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് ചൊല്ലിയാൽ അവന്റെ കച്ചവടത്തിൽ അത് റഹ്മത്താണ്, അത് ബറക്കത്താണ്. എങ്ങനെ ഒന്ന് ചൊല്ലി നോക്കാം. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. എങ്ങനെ അസ്സലാമു അലൈനാ വഅലാ അസ്സലാമു അലൈക്കും എന്നല്ല, പിന്നെ അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ ഒന്ന് ചൊല്ലുക. അൽഹംദുലില്ലാഹ്, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അങ്ങനെയാണ് ആളില്ലാത്ത വീട്ടിലേക്ക് പോകുമ്പോ, ആളില്ലാത്ത പള്ളിയിൽ പോകുമ്പോ, ആളില്ലാത്ത ഓഫീസിൽ പോകുമ്പോ, ആളില്ലാത്ത കച്ചവട കേന്ദ്രങ്ങളിൽ പോകുമ്പോ നമ്മൾ ചൊല്ലണം അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അതവനിക്ക് ബറക്കത്താണെന്ന് ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ കച്ചവടത്തിൽ ജോലികളിൽ ബറക്കത്ത് ചെയ്യണം അല്ലാഹ്. അതുപോലെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുക എന്നുള്ള മാനസിക പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് ദിക്റുകൾ. മാനസിക ബുദ്ധിമുട്ടുകൾക്കുള്ള പരിഹാരമാണ് ദിക്റുകൾ. മാനസിക ഇടങ്ങേറുകൾക്കുള്ള പരിഹാരമാണ് ദിക്റുകൾ. ഒരു ദിക്ർ ചൊല്ലുക, ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്. അല്ലാഹുവേ കബൂലാക്കണം റഹ്മാനെ, സ്വീകരിക്കണം റഹ്മാനെ, സന്തോഷം നൽകണം അല്ലാഹ്. അല്ലാഹുവേ പടച്ച റബ്ബേ നിന്നെ കാണാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം അല്ലാഹ്. മണി 10:30 ഇൻഷാ അല്ലാഹ്. മതിയോ? പോരെ? 10:30. ഒന്നും കൂടി എല്ലാവരും സദസ്സിനെ പിടിക്കും. ഇപ്പൊ സദസ്സിലേക്ക് ലൈറ്റ് ഇട്ടത് അല്ലേ? എല്ലാവരും ഒന്ന് കണ്ടോട്ട്. ഗൾഫിലുള്ള നാട്ടിലുള്ള ചെറുപ്പക്കാരെല്ലാം ഗൾഫിൽ നാളെല്ലാം കാണണ്ടേ?
അല്ലേ? ഗൾഫിലുള്ള ആളുകളൊക്കെ കാണും. അല്ലാഹു നമ്മുടെ ഗൾഫിലുള്ളവർ, നമ്മുടെ വിദേശി പ്രവർത്തകർ, അല്ലാഹുവേ നാടിന് വേണ്ടി, വീടിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, ഉമ്മക്ക് വേണ്ടി, വാപ്പക്ക് വേണ്ടി, ജമാഅത്തിന് വേണ്ടി, നന്മക്ക് വേണ്ടി പോയി ഗൾഫിൽ അധ്വാനിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ, അല്ലാഹുവേ ഇവരുടെ കുടുംബത്തിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. അവരുടെ ജോലിയിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. റഹ്മത്തും ബറക്കത്തും ഇസ്സത്തും സലാമത്തും അവർക്കും കുടുംബത്തിനും നൽകി അനുഗ്രഹിക്കണം അല്ലാഹ്. എല്ലാ ആഫത്ത് മുസീബത്തുകളെ തൊട്ട് ഞങ്ങളെയും കുടുംബത്തെ എല്ലാം നീ കാത്ത് സലാമത്താക്കണേ അല്ലാഹ്. അതുകൊണ്ട് നമുക്ക് ആരോഗ്യ സംബന്ധമായ നമ്മുടെ പ്രശ്നങ്ങൾ, ആരോഗ്യപരമായിട്ട് നമ്മൾ അനാരോഗ്യത്തിലേക്ക് എത്തുമ്പോ, പ്രതിസന്ധികളിലേക്ക് എത്തുമ്പോ, ബുദ്ധിമുട്ടുകളിലേക്ക് എത്തുമ്പോ അള്ളാനെ കുറ്റപ്പെടുത്തല്ല വേണ്ടത്. നമ്മുടെ ആരോഗ്യം നമ്മൾ കാത്ത് സൂക്ഷിക്കണം. നമ്മുടെ ഭക്ഷണങ്ങൾ നമ്മൾ കൺട്രോൾ ചെയ്യണം. രാത്രിയുടെ ഫുഡ് അത് മഗ്‌രിബിന് ശേഷമാണ് കഴിക്കേണ്ടത്. രാത്രിയുടെ ഭക്ഷണം കഴിക്കേണ്ടത് മഗ്‌രിബിന് ശേഷമാണ്, ഇശാക്ക് ശേഷമല്ല. ഉറങ്ങുന്നതിന് 3 മണിക്കൂർ മുമ്പെങ്കിലും രാത്രിയുടെ ഫുഡ് കഴിക്കണം എന്നുള്ളതാണ്. ഉറങ്ങുന്നതിന് 3 മണിക്കൂർ, ചുരുങ്ങിയത് 2 മണിക്കൂർ മുമ്പെങ്കിലും ഭക്ഷണം കഴിക്കണം എന്നുള്ളതാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ നേരത്തെ കഴിക്കണം എന്നുള്ളതാണ്. അതൊക്കെ എന്ത് ചെയ്യാ? നമ്മുടെ ആരോഗ്യം നമ്മൾ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. നമുക്ക് അല്ലാഹു തന്ന ആഫിയത്ത് അത് കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം അതൊരു ബാധ്യതയാണ്. അതുകൊണ്ട് നമ്മുടെ ആരോഗ്യം നമ്മൾ കാത്തു സൂക്ഷിക്കണം. ആരോഗ്യത്തിന് തകരാറാകുന്ന രൂപത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, മാഷാ അല്ലാഹ് ഇന്ന് ഭക്ഷണം കഴിച്ച വീട്ടുകാർ എന്ത് കലന്താണ്. ഹിദായത്ത്, അല്ലാഹു അവർക്ക് ഹിദായത്ത് നൽകട്ടെ. ഹിദായത്തിന്റെ വീട്ടിൽ ഭക്ഷണം കഴിച്ചു, മാഷാ അല്ലാഹ് വളരെ നല്ല ഭക്ഷണ പലഹാരങ്ങളൊക്കെ ആയിരുന്നു. അല്ലാഹു അവർക്കും കുടുംബത്തിനും ഖൈറും ബറക്കത്തും റഹ്മത്തും ചെയ്യട്ടെ. ഇന്നലെ ഭക്ഷണം കൊടുത്തവർക്കും നാളെ കൊടുക്കുന്നവർക്കും എല്ലാവർക്കും അല്ലാഹു ഖൈർ നൽകട്ടെ. നല്ല ഭക്ഷണം, നല്ല ഭക്ഷണം. കൂട്ടത്തിൽ മീൻ ഉണ്ടായിരുന്നു, ഒക്കെ ഇറച്ചി ഉണ്ടായിരുന്നു, ചിക്കൻ ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളൊക്കെ എല്ലാരും ഒരു തരം ഭക്ഷണം എല്ലാവരും കഴിച്ചിട്ടുള്ളൂ. അതാണ് നമ്മളിവിടെ കണ്ടത്. അങ്ങനെയാണ്, അങ്ങനെ കഴിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. മീനിന്റെ കൂടെ ഇറച്ചി കഴിക്കാൻ പാടില്ല, ഇറച്ചിന്റെ കൂടെ മീൻ കഴിക്കാൻ പാടില്ല എന്നൊക്കെയാണ്. രാത്രി തൈര് ഉപയോഗിക്കൽ നല്ലതല്ല എന്നല്ല. രാത്രി തൈര്, കച്ചമ്പർ തൈരൊക്കെ രാത്രി ഉപയോഗിക്കൽ നല്ലതല്ല. ബുദ്ധിമുട്ടുകൾക്കൊക്കെ വയറിന് അസ്വസ്ഥത ഉണ്ടാകാനും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാൻ രാത്രി കച്ചമ്പറും ബിരിയാണിയും കഴിക്കുക രാത്രി, അല്ലേ? രാത്രി തൈര് കൂട്ടി ഭക്ഷണം കഴിക്കൽ അത്ര ഉചിതമല്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുക. ആരോഗ്യം കാത്തു സൂക്ഷിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന ആരോഗ്യം അത് കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. നിന്നുകൊണ്ട് വെള്ളം കുടിക്കലും ഭക്ഷണം കഴിക്കലും മാറാവ്യാധി രോഗങ്ങൾക്ക് കാരണമാകും. മരുന്ന് കഴിച്ചാൽ പരിഹാരമില്ലാത്ത രോഗങ്ങൾക്ക് കാരണമാകും. ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ട രോഗങ്ങൾക്ക് അത് കാരണമാകുമെന്നുള്ളതാണ്. നിന്നുകൊണ്ടുള്ള ഭക്ഷണ പലഹാരങ്ങൾ വേണ്ട, നിന്നുകൊണ്ടുള്ള യാതൊന്നും വേണ്ട, നിന്നുകൊണ്ടുള്ള ഒന്നും നമുക്ക് ഭക്ഷണം കഴിക്കൽ, നിന്നുകൊണ്ട് വെള്ളം കുടിക്കൽ, നിന്നുകൊണ്ട് മൂത്രമൊടിക്കൽ, നിന്നുകൊണ്ട് മൂത്രമൊടിക്കൽ ഇത് ഏതും ഒരു മുഅ്മിനായ മനുഷ്യന്റെ സ്വഭാവ ഗുണത്തിൽ പെട്ടതല്ല. നിന്നുകൊണ്ട് ആഹാരം കഴിക്കരുത്, നിന്നുകൊണ്ട് വെള്ളം കുടിക്കരുത്, നിന്നുകൊണ്ട് മൂത്രമൊടിക്കരുത്. ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നവർക്ക് ദുനിയാവിലും സങ്കടമാണ്, ആഖിറത്തിലും പ്രതിസന്ധികളാണ്, ബുദ്ധിമുട്ടുകളാണ്, ബേജാറുകളാണ്. അതുകൊണ്ട് നമ്മുടെ ആരോഗ്യം നമുക്ക് അല്ലാഹു നൽകുന്ന നല്ല ആരോഗ്യം, അല്ലാഹുവേ മരിക്കുന്നത് വരെ ഞങ്ങൾക്ക് നീ ആഫിയത്ത് നൽകണം അല്ലാഹ്. അല്ല ചൂട്, നേരത്തെ ഒരാൾ ചോദിച്ചു ഉസ്താദിന് ഡബിൾ ചൂടാന്ന്. കേട്ടിട്ട് ചൂട് കൂട്ടുക അല്ലേ? ചൂടല്ല, ഏത് ഫുഡിലും നല്ല ചൂട്. ഡബിള് പോയിട്ട് എല്ലാരും വിചാരിച്ചു ഉസ്താദ്മാർക്ക് ത്രിബിൾ ചൂട്, ഓർക്ക് എപ്പോഴും ചൂടല്ലേ ഇത്. അങ്ങനെ ഉസ്താദിന് നല്ല സ്ട്രോങ് ചൂടാ, തിളക്കുന്ന കൊടുത്ത് ഉസ്താദ് കുടിക്കുന്നു. ലേശം ചൂട് പറഞ്ഞാൽ പിന്നെന്താക്കും? ഉസ്താദിന് ചൂട് മതിയല്ലേ, പോയിട്ട് ബയ്യൊക്കെ പോയിട്ട് കൊണ്ടുവരും. നമ്മളൊന്നും മിണ്ടുന്നില്ല, കൊണ്ടുവരും. അവന്റെ ആശ തീരട്ടെ. ഒരു ഡബിൾ ചൂട്, ത്രിബിൾ ചൂട് കേട്ടിട്ട് എന്താക്കുന്നത്? ചുട്ടുപൊള്ളുന്ന ഫുഡിൽ ബറക്കത്തില്ല. ചുട്ടുപൊള്ളുന്ന ആഹാരമില്ലേ, നല്ല ചൂട് തിക്ക കൈ പിടിച്ച് തിന്ന നമുക്ക് ഭയങ്കര സന്തോഷ. ചൂട് ആഹാരം കഴിക്കുക എന്നുള്ളത്
ഗ്രില്ലും അല്ലാത്തതും സുടുകാടൊക്കെ ചൂട് അല്ലേ, കുറച്ച് ചൂട് തന്നെ നമുക്കറിയും. ഇതൊരു ഗ്രിപ്പില്ല എന്നല്ലേ, ചൂട് കിട്ടുമ്പോഴാണ് ആ ഗ്രിപ്പ് കൂടുക. ചൂട് ഭക്ഷണത്തിൽ ബറക്കത്തില്ല എന്നുള്ളതാണ്. ചുട്ടുപൊള്ളുന്ന ആഹാരം അവന്റെ ആമാശയത്തെ കേടുവരുത്തുമെന്നുള്ളതാണ്. അവന്റെ ബ്ലാഡറിന് ഒരുപാട് തകരാറ്, അതിന്റെ താക്കത്ത് കഴിവ് കപ്പാസിറ്റി കുറക്കാനുള്ള കാരണമാ ചുട്ടുപൊള്ളുന്ന ആഹാരം. അതാണ് റസൂലുള്ളാഹി പറഞ്ഞത്, ഫഇന്നൽ ഹാറ ലാ ബറകത ഫീഹി. ചുട്ടുപൊള്ളുന്ന ചൂടുള്ള ആഹാരത്തിൽ ബറക്കത്തില്ല. നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. പെണ്ണുങ്ങൾക്ക് സമാധാനായി, ഇങ്ങനെ വെച്ചാക്കണ്ടല്ലേ, ഉള്ളരങ്ങനെ വളർത്തി ഫ്രിഡ്ജിൽ എടുത്തിട്ട് കൊടുക്കാന്ന്. അടി ചൂട് നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ കുറച്ച് ചൂടൊന്നും ഇല്ലെങ്കിൽ അതൊക്കെ ശ്രദ്ധിക്കുക. ചൂട് തിളക്കുന്ന ചൂട് വേണ്ടെന്നാണ്. അങ്ങനെ അതൊക്കെ ശീലിക്കുക. നല്ല തണുപ്പും ചൂടും തണുപ്പും ഒന്നിച്ച് കഴിക്കാൻ പാടില്ല. ശക്തമായ ചൂടും ശക്തമായ തണുപ്പുമുള്ള ആഹാരം കഴിക്കുന്നവന്റെ ആരോഗ്യ നിലപാട് വ്യത്യാസത്തിലെത്തുമെന്നുള്ളതാണ്. ഓപ്പോസിറ്റുകളുള്ള വൈരുദ്ധ്യങ്ങളാകുന്ന ആഹാരം കഴിക്കരുത്. പല വൈരുദ്ധ്യങ്ങളുണ്ട്. തൈരും മീൻ ഫിഷ് ബിരിയാണിയും കച്ചമ്പറും കൂട്ടുക അല്ലെ, പാലും മീനും ഒരുമിച്ച്, മുട്ടയും പാലും ഒരുമിക്കുക. മുട്ടയും പാലും ഒരുമിച്ചാല് മുട്ട നല്ലതാണ്, പാല് നല്ലതാണ്. പക്ഷെ പാലും മുട്ടയും ഒരുമിക്കാൻ പാടില്ല എന്നാണ്. എന്നെ ഖുർആൻ ആയത്ത് ചോദിക്കാൻ വരണ്ടാവന് പോകുമ്പോ. ആരോഗ്യത്തിന്റെ നിലപാടുകൾ അങ്ങനെയാണ്. മുട്ടയും പാലും ഒന്നിച്ചല്ല, പാലും മീനും ഒന്നിക്കലല്ല. കോഴിയും ആടും ഒക്കെ സാരല്ല, കോഴിയും ആടും മീനിനോട് യോജിപ്പിക്കുക. ബഫേൽ ഇങ്ങനെ കൈ നീട്ടി പോകുമ്പോ ഫിഷ് ഉണ്ട്, അത് കൊടുത്തിട്ട് അല്ലെ, ചിക്കൻ ഇട്ടി അത് കൊടുത്തിട്ട്, അപ്പുറം പോകുമ്പോ മട്ടൻ ഉണ്ട് അത് വിട്ട്, നല്ല കാസർഗോഡ് ബീഫ് ഉണ്ട് അത് വിട്ട് ഒരു ഭാഗത്ത്, ഇതൊക്കെ ഇട്ടിട്ട് നല്ല പർവ്വതം പോലെ പ്ലേറ്റിലെടുത്തിട്ട് കൊണ്ടുപോയി തിന്നാൻ പറ്റുന്ന അകൾക്ക് തിന്നാൻ കാണും. ആവശ്യമായിട്ട് ഇതെല്ലാം വലിച്ചിട്ട് 2 കഷ്ണം തിന്നുമ്പോ മടുത്തുപോയി. പിന്നെ ആരും കാണാതെ ടേബിളിന്റെ അടിയിലേക്ക് എറിഞ്ഞിട്ട് ഒറ്റ പോക്ക്. ഈ രൂപത്തിലുള്ള തിന്മകളിൽ നമ്മൾ ഏർപ്പെടരുത്. ആവശ്യമുള്ളത് എടുക്കുക, തീർന്നാ പിന്നെ എടുക്കുക. മീനാണെങ്കിൽ മീൻ മാത്രം തിന്നാ, പച്ചക്കറി വിരോധമില്ല. മട്ടനും ചിക്കനും ഫിഷും ഒക്കെ ഒന്നിച്ചടിച്ച് തിന്ന് കയറ്റിക്കളയാ. ആരോഗ്യത്തിന്റെ നിലപാട് താറുമാറാകാൻ കാരണമാകും. ആരോഗ്യം സൂക്ഷിക്കുന്ന നമ്മുടെ കടമയാണ്. ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്ന ഭക്ഷണ പലഹാരങ്ങൾ അതാണ് നമ്മൾ കഴിക്കേണ്ടത്. അതോ റസൂലുള്ളാഹി തങ്ങളോട് സ്വഹാബത്ത് വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, നബിയേ ഞങ്ങൾ ഭക്ഷണം കഴിക്കാറുണ്ട്, വയറ് നിറയാറില്ല നബിയേ. റസൂലുള്ളാഹി ചോദിച്ചു, നിങ്ങൾ വേറെ വേറെ ഇരുന്ന് തിന്നലാണോ? സ്വഹാബത്ത് പറഞ്ഞു, അതെ നബിയേ, ഞങ്ങൾ വേറെ വേറെ ഇരുന്ന് തിന്നലാണ്. റസൂലുള്ളാഹി പറഞ്ഞു, ഇജ്തമിയോ, നിങ്ങൾ ഒരുമിച്ച് കൂട്ടുക. നിങ്ങൾ എന്ത് ചെയ്യാ? എന്ന് പറഞ്ഞ പോലെ ഭക്ഷണത്തളികയിൽ നമ്മൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക. അങ്ങനെ കഴിച്ചാൽ നിങ്ങളുടെ വയറ് നിറയുകയോ നിങ്ങൾക്ക് സന്തോഷമുണ്ടാവുകയും ചെയ്യുമെന്ന് ഹബീബ് റസൂലുള്ളാഹി. ഉമ്മയും മക്കളും ഭർത്താവും ഭാര്യയും എല്ലാം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കൽ കുടുംബത്തിലെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ്, കുടുംബത്തിലെ ഭിന്നതകൾക്കുള്ള പരിഹാരമാണ്. ഭാര്യയെ കണ്ടുകൂടാത്ത ഭർത്താവാണോ? ഭർത്താവിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കണം. ഭർത്താവിനെ കണ്ടുകൂടാത്ത ഭാര്യയാണോ? ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കൽ അതിന് പരിഹാരമാ. ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ ആ ഹൽഖയിലേക്ക് അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുന്നു, ആ സദസ്സിലേക്ക് അല്ലാഹു ബറക്കത്ത് ഇറക്കുന്നു എന്നുള്ളതാ. അതുകൊണ്ട് ഒന്നിച്ചിരുന്നുള്ള ഭക്ഷണശീലം കുടുംബത്തിന്റെ പ്രയാസങ്ങൾക്ക് പരിഹാരമാണ്. ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. എന്താണോ ഉള്ളത് ഒന്നിച്ചിരുന്ന് കഴിക്കുക. കുറച്ചാണുള്ളതെങ്കിൽ കുറച്ചുള്ളതിനെ ഷെയർ ചെയ്യുക. കുറച്ചേ ഫുഡുള്ളൂ, അല്ല കുറച്ചേ ബാദാം ഗൾഫിൽ നിന്ന് വരുമ്പോ ബാദാമും പിസ്തയും കുറച്ചേ കൊണ്ടുവന്നിട്ടുള്ളൂ. എന്നാലും എന്ത് ചെയ്യാ, ഉള്ള മക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. അവിടെ ഉള്ള ആളുകൾക്കൊക്കെ. ഇപ്പൊ ചില പഹയന്മാർ എന്ത് ചെയ്യും, ഈനെ കൊണ്ടുപോയിട്ട് കപ്പാട്ടിൽ വെക്കും. ഉമ്മക്കേക്കും അതെന്തര കപ്പാട്ടിൽ വെച്ചേ, ഏത് മോൻ പറയും അതെന്തില്ലോ, അത് പാർസൽ വേറെ എടുത്തു പോകുക, വേറെ ചങ്ങായിക്ക് കൊടുക്കും അല്ലേ, വേറെ ചങ്ങായിക്ക് കൊടുക്കാനുള്ള പാർസലാന്ന് പറയും.
രാത്രി ഉമ്മ മൂത്രിക്കാൻ അടിക്കുമ്പോ ബെഡ്റൂമിന്റെ ഉള്ളിൽ കട്ടാ കൊട്ടാ എന്ന് കേൾക്കുന്നു. ഉമ്മ ചെല്ലി നീ ആ പാർസലിനെ ജാഗ്രതാക്കിട്ട് പോയി എലി ഉണ്ടെന്ന് കാണുന്നു ജാവ് കട്ടുകൊട്ടൂന്ന് കേട്ടോണ്ടായി. ഇത് ഓറി ബാദാമ പിസ്ത പൊട്ടിച്ചിട്ട് തിന്നുന്നത് ആര്? ഭാര്യയും ഭർത്താവോ മക്കൾക്ക് ആർക്കും കൊടുക്കാതെ. ഏത് കുറച്ച് കൊടുത്തനൊക്കെ പാട്ടിൽ വെച്ചിന പാർസൽ നാളെ പോയ പോലെ പാർസലിന്റെ കെട്ട് ശരിയായിക്കോണുണ്ട്. പിറ്റന്ന കാലത്ത് ഉമ്മന്തജാക്കി ഒരുക്ക മെല്ലെ ചക്കാക്ക മെല്ലെ മാച്ചിനെടുത്തോണ്ട് കട്ടിലടിക്കിട്ട് ടിപ്പറ വലിക്കുമ്പോൾ ഇത്ര അട്ടി കിട്ടി പിസ്താന്റെ തൊലി. ഈ മോന്റെ ഉമ്മ അല്ലേ ഈ മോനാട്ടി കുറച്ച് ഏറെ കേണിരിക്കുമല്ല. ഉമ്മ ചെല്ലി നിന്റെ ബാദാമ പിസ്തല്ല എലി തിന്ന് നിന്റെ തൊലിയല്ല കട്ടിലടിയിലുണ്ടായി. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഉള്ളത് ഷെയർ ചെയ്യുക. ഉള്ളത് എന്ത് ചെയ്യാ? ഉള്ളേനെ ഷെയർ ചെയ്തിട്ട് തിന്നുക. ഭക്ഷണം കുറവാണ് 35 ആളുണ്ടായിട്ട് അബുൽ ഹസൻ അൻതാഖി റഹിമഹുല്ലാഹ് അവരുടെ സദസ്സിൽ കുറച്ചേ ഫുഡുള്ളൂ, 35 ആളുണ്ട്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഇമാം ഗസ്സാലി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുകയാണ്, ഇഹ്യായിൽ കാണാം ലൈറ്റ് അണക്കാൻ പറഞ്ഞു. ലൈറ്റ് ഓഫ് ചെയ്യാ. നമ്മളൊക്കെ ലൈറ്റ് കുറച്ച് ഫുഡേ ഉള്ളൂ, ലൈറ്റ് ഓഫ് ചെയ്യാ. നമ്മളൊക്കെ ഇരുന്നിട്ട് കുറച്ച് ഫുഡ് ലൈറ്റ് ഓഫ് ആക്കി നമ്മ എന്താക്കും? പറ്റ ഭാര്യ. പിന്നെ വേറെ ആർക്കും കിട്ട ലൈറ്റ് ആര് ഭാര്യ എന്നറിയലല്ലേ? ഭാര്യട്ടുണ്ട് ബനിയന്റെ ഉള്ളിലേക്ക്. ഏത് അങ്ങനെയാണ്. അങ്ങനെ ലൈറ്റ് ഓഫ് ആക്കി എല്ലാരും കൈയിടുന്നുണ്ട്, എല്ലാവരും ചവച്ചിറക്കുന്നുണ്ട്. ശ്രദ്ധിക്കണേ മുമ്മിന്. അങ്ങനെ അവിടെ ഭക്ഷണത്തിന്റെ തളികയെടുത്തപ്പോ ഭക്ഷണം അതുപോലെയുണ്ട്. അതിൽ നിന്ന് ഒരാളും തിന്നിട്ടില്ല. ഞാൻ തിന്നണ്ട, എന്റെ സഹോദരന്റെ വയറ് നിറയട്ടെ. എല്ലാരും കൈയിട്ട് എല്ലാരും ചവച്ച്. പക്ഷേ 35 ഇരിക്കുന്ന ആളുകളിൽ ഒരാള് പോലും ഒരു കഷ്ണം ഭക്ഷണം എടുത്ത് തിന്നിട്ടില്ല. എല്ലാരും വിചാരിച്ച് ഞാൻ തിന്നണ്ട അവന്റെ വയറ് നിറയട്ടെ, ഞാൻ തിന്നണ്ട അവന്റെ വയറ് നിറയട്ടെ എന്ന് കരുതിയിട്ട് ആരും തിന്നില്ല എന്നുള്ളതാണ്. നമ്മളൊരു കഷ്ടം ഉണ്ടെങ്കിൽ അപ്പുറം ഇപ്പുറം നോക്കി കൊടുക്കാം, പോയെന്നറിയില്ല. ഏത് അങ്ങനെയല്ല വേണ്ടത്. ആളുകളിൽ ഷെയർ ചെയ്യുന്ന ഭക്ഷണം. നീ ബിരിയാണി ഉണ്ടാക്കി നിന്റെ കൂട്ടുകാരനെ വിളിച്ചു, അയൽവാസിനെ വിളിച്ചു, അല്ല ഉസ്താദിന് ഒരു ടിന്നില് ഒരു പാത്രത്തിൽ ഉസ്താദിന് കൊടുത്തയച്ചു, ഏതുവാകട്ടെ. അങ്ങനെ നീ സ്വതഖ ചെയ്ത് തിന്ന ആ ഫുഡിനെ പറ്റിയിട്ട് അല്ലാഹു നിന്നോട് ഹിസാബ് ചെയ്യില്ല. റസൂലുള്ളാഹി മറ്റുള്ളവർക്ക് നീ കൊടുത്തു തിന്നുന്ന ഫുഡ്, ആ ഫുഡ് എത്ര വില മതിക്കുന്ന ഫുഡാണെങ്കിലോ അല്ലാഹു നിന്നോടത് ചോദ്യം ചെയ്യില്ല. കാരണം അതിൽ കുറച്ച് ബിരിയാണി നീ ഉസ്താദിന് കൊടുത്തു, അയൽവാസിക്ക് കൊടുത്തു, പാവപ്പെട്ടവർക്ക് കൊടുത്തു, മിസ്കീന്മാർക്ക് കൊടുത്തു. അങ്ങനെ കൊടുക്കുന്നവർ, അങ്ങനെ ഷെയർ ചെയ്യുന്നവർ, അവർക്ക് അല്ലാഹ് ആ ഫുഡിനെ പറ്റിയിട്ട് മറുപടി പറയണ്ട. കാരണം അല്ലാഹ് കൊടുത്തതില്ലേ അത് പടച്ച റബ്ബിന് വളരെ ഇഷ്ടമാണ്, അല്ലാഹ് ഇഷ്ടമാണ്. അതുകൊണ്ട് പൊന്നു മുഅ്മിനീങ്ങൾ നല്ലവണ്ണം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. എല്ലായിടങ്ങളിലും നല്ലവണ്ണം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. വീട്ടിലേക്ക് കൈനീട്ടി വന്ന പാവപ്പെട്ട മിസ്കീനിനോട് കടുത്ത വാക്കിൽ ഉത്തരം പറയാൻ പാടില്ല. ഒരു പക്ഷേ കോലം കെട്ടി വീട്ടിലേക്ക് വന്നത് മലക്കാകാം, ഒരു പക്ഷേ മഹത്തുക്കളുടെ അർവാഹുകളാകാം, ഒരു പക്ഷേ ഏതെങ്കിലും സാലിഹീങ്ങളായ മിസ്കീന്മാരാകാം. അതുകൊണ്ട് അവരെ ബഹുമാനിക്കണേ. മാത്രം പോരാ, അവരെ സൂക്ഷിക്കുകയും വേണേ. കള്ളനെ പോലെ സൂക്ഷിക്കുകയും വലിയനെ പോലെ ബഹുമാനിക്കുകയും എന്ന് മഹാന്മാര് പറയാതാ. ഒരു മുസാഫിറിനെയും നീ ചെറുതാക്കരുത്. പള്ളിയിൽ കിടന്ന മുസാഫിറിനെ പള്ളിയിലെ മുഅദ്ദിൻ വലിച്ചു കൊണ്ടുപോയി കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിഞ്ഞ് പള്ളിയുടെ ചവിട്ടടികളിൽ തലയടിച്ച് തലപൊട്ടിയിട്ട് രക്തം വന്നിട്ട് കുപ്പത്തൊട്ടിയിൽ കൊണ്ടുപോയി എറിയപ്പെട്ട അവസ്ഥയിൽ കിടന്നത് ആരാണ്? ഈ മുസാഫിർ എന്നറിയുമോ മനുഷ്യ? ആരാണ് ഈ മുസാഫിർ? രാത്രി വന്ന് പള്ളിയിൽ കിടന്ന ആ മനുഷ്യനെ വലിച്ചു കൊണ്ടുപോയി
പോയിട്ട് ഇവിടെ കിടക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് കുപ്പത്തൊട്ടിയിൽ വേസ്റ്റ് വലിച്ചെറിയുന്നവിടത്ത് കൊണ്ടുപോയി വലിച്ചെറിഞ്ഞിട്ട്, അങ്ങനെയുണ്ട് ചിലയിടങ്ങൾ മിസ്കീന്മാർക്ക് അവകാശമില്ല, പാവപ്പെട്ടവർക്ക് അവകാശമില്ല, യാചന നിരോധിച്ചിരിക്കുന്നു എന്നുള്ള ഫ്ലക്സ് എന്നുള്ള ബോർഡ് ഏതെങ്കിലും ആളുകൾ ജുമാക്ക് വന്ന് കൈനീട്ടുമ്പോ ഇവിടെ കൈനീട്ടാൻ പാടില്ല എന്ന് പറഞ്ഞ് ആട്ടിയോടിപ്പിച്ച പലരോ പള്ളിയിലും ആശ്വാസ കേന്ദ്രങ്ങളിലും പോയി വെള്ളം മുങ്ങിയിട്ട് പല ആരുടെയും മുന്നിൽ കൈനീട്ടേണ്ടി വന്നില്ലയോ? പല നേതാക്കളുടെയും വീട് മുങ്ങിയിട്ട് പലരുടെയും വാഹനം വെള്ളത്തിലൊലിച്ചിട്ട് ഇവരും ദുരിതാശ്വാസ കേന്ദ്രങ്ങളിൽ പോയിട്ട് കൈനീട്ടേണ്ട ഗതികേട് വന്നിട്ടില്ലയോ? യാചന നിരോധിക്കലല്ല, യാചിച്ചു വരുന്നവൻ പിന്നെ യാചിക്കാത്ത പോലെ അവരെ സഹായിച്ച് നമ്മുടെ നാട്ടിലോ നമ്മുടെ കൂട്ടിലോ കുടുംബത്തിലോ ഉള്ള പാവങ്ങളെ സഹായിക്കലാണ് വേണ്ടത്. അങ്ങനെയാണ് യാചന വിരോധിക്കേണ്ടത്. പാവങ്ങളെ ആട്ടിയോടിച്ചിട്ടല്ല യാചന വിരോധിക്കേണ്ടത്. യാചന നിരോധിച്ചിരിക്കുന്നു എന്നുള്ള ബോർഡിലല്ല യാചന നിരോധിക്കേണ്ടത്. നമ്മുടെ ജമാഅത്തിലുള്ളവരെ യാചന നിരോധിക്കുക, പാവപ്പെട്ടവരെ സഹായിച്ചു കൊടുക്കുക, കല്യാണ ലെറ്ററിൽ ഒപ്പിട്ട് കൊടുക്കുന്നതിന് പകരോ നാട്ടിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കുക. അങ്ങനെയാണ് യാചന നിരോധിക്കേണ്ടത്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ബോധം നൽകണേ അല്ലാ. 10:45 ഒരു കാമണിക്കൂറും കൂടി പറഞ്ഞ് നിർത്തുകയാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ഖൈർ നൽകണം അല്ലാ. അതുകൊണ്ട് നല്ലവണ്ണം സൂക്ഷിക്കണം, പാവങ്ങളെ പൈസക്കാരുകൾ